ഹലോ, വെൽക്കം ടു റീനസ് അക്കാഡമി. ക്യാൻവ മാസ്റ്റർ ക്ലാസ് 2 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സാണ് ക്യാൻവ മാസ്റ്റർ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളുടെ ബിസിനസ്, അതിപ്പം ചെറുകിട ആയാലും വൻകിട ബിസിനസ് ആയാലും എന്തായാലും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പോസ്റ്റർ ചെയ്യുക, അത്യാവശ്യം ഒരു റീല് ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കത് ടൈംലി ഡെലിവർ ചെയ്യാൻ പറ്റാത്തത്, ഇപ്പോൾ നമ്മളൊരു ഓഫർ കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു വിഷസ് കൊടുക്കുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ടൈംലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, വേറൊരാളുടെ കയ്യിൽ നിന്ന് നമുക്കത് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ സ്വന്തം ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ പേഴ്സണലി ക്യാൻവ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, എന്തുകൊണ്ട് ക്യാൻവ ഞങ്ങൾക്കും പഠിപ്പിച്ച് തരുന്നില്ല, ഞങ്ങൾക്കും ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്യാൻവയുടെ ക്ലാസ്സൊക്കെ തുടങ്ങുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും, നമ്മൾ ഫോട്ടോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോ എഡിറ്റിങ്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഞാൻ സംഘടിപ്പിക്കാറുള്ളത്, ചെയ്യാറുള്ളത്. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് അതിൻ്റെ ഓഫ് ടോപ്പിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യാറുള്ളത്. എനിവേ, അങ്ങനെയാണ് നമ്മൾ ക്യാൻവയിലേക്ക് വരുന്നത്. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടാവുകയും നമ്മുടെ നാലാമത്തെയാണെന്ന് തോന്നുന്നു ക്യാൻവ ക്ലാസ്സാണിത്. അപ്പോൾ ഇത് എമേർജിങ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ നോർമൽ ക്ലാസ്സിൻ്റെ റേറ്റിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മൾ ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിക്കുന്നത്. സോ വെൽക്കം ടു ഓൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആദ്യം കോഴ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എന്താണ് ക്യാൻവ എന്നും എന്താണ് ഡിസൈനിങ് എന്നുള്ള കാര്യവും ഒന്ന് ബേസിക് ആയിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പ്രസൻറ്റേഷനിലേക്ക് കിടക്കുകയാണ്. സോ പ്രസൻറ്റേഷനും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ക്യാൻവയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ക്യാൻവയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ക്യാൻവ? ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഡിസൈൻ ചെയ്യുന്നവരുണ്ടാവും, ലൈറ്റ് റൂം അല്ല, ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും പിക്കാർട്സിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. സോ അവിടുന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് ക്യാൻവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാൻവ നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾ ഭയങ്കര എക്സ്പേർട്ട് ആവണം നിർബന്ധമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പേഴ്സണലി സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്യാൻവയിൽ ഡിസൈൻ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് ക്യാൻവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അതായത് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ക്യാൻവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ സോഫ്റ്റ്വെയർ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏത് സോഫ്റ്റ്വെയറിലും ഏത് ഡിവൈസസിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ടാബ് ആവാം, കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ഫോൺ ആവാം, വാട്ടെവർ, ഏതിനകത്തും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ആപ്പ് കൊണ്ട് വെബ് ബ്രൗസ് ചെയ്തിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇതൊരു ക്ലൗഡ് സോഫ്റ്റ്വെയർ ആണ്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീമിയം പാക്കേജാണ്. ഫ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ അത്യാവശ്യം എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകളും ഇതിനകത്തുണ്ട്. നല്ല ഡിസൈനുകൾ, നല്ല ഫോട്ടോസ്, നല്ല ആർട്സുകൾ ഒക്കെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പർച്ചേസ് എന്ന് പറയുന്നത് 1 ഇയറിൽ 4000 റുപ്പീസാണ് ക്യാൻവ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ഫ്രീ ആയിട്ട്, ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. സോ അതിൻ്റെ ബാക്കി പ്രൊസീജിയറെല്ലാം ഞാൻ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പറയാം.
അപ്പോൾ ഒരു കാര്യം കൂടെയുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മൾ 25 മെമ്പേഴ്സിന് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് എല്ലാവർക്കും നമ്മൾ ക്യാൻവ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ക്യാൻവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനകത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഫ്രീ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. എന്നാലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റിലുള്ള ഒരു ടെംപ്ലേറ്റ് എങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യണം. സോ ജസ്റ്റ് റെസ്യൂമെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും. നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റുകൾ മാറ്റിയിട്ട് നിങ്ങൾക്കത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡാണ്, അല്ലെങ്കിൽ ഒരു ലോഗോയാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്, വാട്ട് എവർ ഡിസൈനിങ് സംബന്ധമായിട്ട് എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. 40 മില്യൺ ടെംപ്ലേറ്റ്സുകൾ ക്യാൻവക്കകത്തുണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതിനകത്ത് നിന്ന് എടുത്ത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ബ്രാൻഡ് കിറ്റ് ഉണ്ട്. ബ്രാൻഡൊക്കെ അവെയർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബ്രാൻഡ് കിറ്റ് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ കൈൻഡ് ഓഫ് ഫോർമാറ്റുകളും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലേക്കുള്ളത്, ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെ പോസ്റ്റിനുള്ളത്, സ്റ്റോറിക്കുള്ളത്, റെസ്യൂമെ, A4, A3, A4 സോറി A5 തുടങ്ങി വൈഡ് റേഞ്ച് ഓഫ് സൈസസ്, അത് തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോർമാറ്റ്, ഇപ്പോൾ MP4, JPG, GIF തുടങ്ങിയിട്ടുള്ള സകല ഫോർമാറ്റുകളും നിങ്ങൾക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ക്യാൻവയുടെ പ്രത്യേകത. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ക്യാൻവ ഇത്രയും റെക്കമെൻഡ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ കുറേ അധികം ട്രോൾസും കാര്യങ്ങളൊക്കെ ക്യാൻവയെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രൊഫഷണൽസ് ക്യാൻവ ഉപയോഗിക്കാറില്ല. അതിന് കാരണം അത്രയും പ്രോ ലെവൽ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കതിനകത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് പ്രോ ലെവൽ കാര്യങ്ങൾ അതിനകത്ത് ഇല്ലാത്തത്. എന്നാൽ ഇന്ന് AI ഉപയോഗിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാം. ഇന്നും നാളെയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഡിസൈൻ്റെ പ്രിൻസിപ്പിൾ നമ്മളൊന്ന് നോക്കുന്നുണ്ട്. വെറുതെ ചുമ്മാ കയറി ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് എന്നൊന്നും അറിയാതെ വെറുതെ ഒരു ടെംപ്ലേറ്റ് എടുത്ത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതല്ല. എന്താണ് ഡിസൈൻ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബ്രീഫിംഗ് നമ്മൾ തരുന്നുണ്ട്. പിന്നെ ക്യാൻവയിൽ ഒട്ടും അറിയാത്തവർക്ക്, ഒരു കാര്യവും ക്യാൻവയിൽ അറിയാത്തവർക്ക് നമ്മൾ ബേസിക് ടു അഡ്വാൻസ് ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഓരോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രാഫിക്സ് ആണെങ്കിലും ആനിമേഷൻസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ബേസിക്കായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, വീഡിയോ ബേസിക് ആയിട്ടുള്ള വീഡിയോ ക്രിയേഷൻസ് ചെയ്യുന്നത്. പിന്നെ DIY നിങ്ങൾക്ക് ഡിസൈനിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അത്യാവശ്യം മലയാളം ടൈപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയക്ക് അകത്തൊക്കെ ആണെങ്കിൽ നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റീജിയണൽ ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ക്യാൻവക്കകത്തുമുള്ള പ്രശ്നം തന്നെയാണ്, റീജിയണൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ക്യാൻവക്കകത്ത് നമ്മൾ മലയാളത്തിലെ ഒരു 500ഓളം ഫോണ്ടുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാൻവയാണ്. അതായത് മലയാളത്തിലെ യൂണിക്കോഡ് ഫോണ്ടുകളും അതുപോലെ തന്നെ ആസ്കി ഫോണ്ടുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ക്യാൻവയും കൂടിയാണ് നമ്മൾ തരുന്നത്. സോ അതിനകത്ത് നിങ്ങൾക്ക് മലയാളം റീജിയണൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മെറ്റയുടെ ബേസിക്കായിട്ട് എങ്ങനെ അതിലേക്ക് വേണ്ട ഒപ്റ്റിമൈസേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിസൈനിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മളുടെ ഒരു ബേസിക് ഡിസൈനകത്ത് വേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. കണ്ടൻറ്റിനെ കുറിച്ചല്ല പറയുന്നത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം വളരെ സിമ്പിളായിരിക്കുക എന്നുള്ളതാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. വളരെ മിനിമലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയിട്ട് ആളുകൾക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള
ഡിസൈൻ ആയിരിക്കണം. നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളൊരു ബ്രാൻഡാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വന്തമായിട്ടുള്ള കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് അതിൻ്റെ ഡിസൈൻ ആയിരിക്കും, ഇത് ഇതിൻ്റെ ഡിസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഇന്ന ആൾ ചെയ്തതായിരിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇപ്പോൾ ലൈക്ക് മനോരമ പത്രം കണ്ടു കഴിഞ്ഞാൽ ആ പത്രത്തിൻ്റെ ഏത് പേജിലാണെങ്കിലും ഓക്കെ ഇത് മനോരമ പേപ്പറാണ് അല്ലെങ്കിൽ ഇത് മാതൃഭൂമി പേപ്പറാണെന്ന് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ചാനൽ മാറ്റി പോകുന്ന സമയത്ത് നമുക്ക് ചാനലുകളിൽ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മൾ ലോഗോ കണ്ടില്ലെങ്കിൽ പോലും ഇത് ഇന്ന ചാനലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. സോ അതാണ് ബ്രാൻഡഡ് കണ്ടൻറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോവുക. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ടുകൾ, ഉപയോഗിക്കുന്ന കളറുകൾ, ലോഗോസ് ഇതെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേപോലെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വലുതാക്കി വെക്കുക. ആ ഓർഡറിൽ വലിയ ടൈറ്റിൽ, അതായത് ഹെഡിങ്, സബ് ഹെഡിങ്, കണ്ടൻറ്റ്, ഈ രീതിയിൽ നമ്മളെ വിഷ്വൽസിനെ അല്ലെങ്കിൽ നമ്മളുടെ കണ്ടൻറ്റിനെ സൈസും അതിൻ്റെ പ്ലേസ്മെൻറ്റും കറക്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് കോൺട്രാസ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങിൽ ഒരു സംഭവമാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണോ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അത് കോൺട്രാസ്റ്റ് ചെയ്ത് വെക്കണം. രണ്ട് ഡിസൈനുകൾ തമ്മിൽ കോൺട്രാസ്റ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് അലൈൻമെൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓരോ അലൈൻമെൻറ്റിൽ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയ ഉദാഹരണം കാണിക്കാം കേട്ടോ. ഇത് എന്ത് പോസ്റ്ററാണെന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് നോക്കിയിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഇതെല്ലാം ഫ്യൂണറലിൻ്റെ പോസ്റ്ററാണ്, മരണത്തിൻ്റെ പോസ്റ്ററാണ്. ഇനി സൂക്ഷിച്ചൊന്ന് നോക്കിയേ, ദ ഫസ്റ്റ് വൺ, ആ ബ്ലാക്ക് ഉള്ളത് എന്താണ്? ഫ്യൂണറലാണോ? വിവാഹിതനായി, ആശംസകൾ ചേട്ടൻ പത്മരാജ് ദുബായ് എന്നാണ് കൊടുത്തേക്കുന്നത്. സിദ്ദീഖ് 27. കാര്യം നമുക്കറിയാം ഒരു ബ്രാൻഡഡ് സാധനം എന്ന് പറയുന്നത്, അതായത് നമുക്ക് അറിയാം ഒരു ഡിസൈൻ ഇങ്ങനെ വേണം, ഇന്ന ഡിസൈനിൽ വരുന്ന സാധനം ഇന്നതായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫ്യൂണറലിൻ്റെ സാധനത്തിനകത്ത്, ചരമത്തിൻ്റെ സാധനത്തിൻ്റെ ഡിസൈനിനകത്ത് വിവാഹിതരായി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും ചരമം ആണെന്നാണ് വിചാരിക്കുകയുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കാസ്റ്റിക് ആയിട്ട് ചെയ്ത് തന്നെയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പം ഈ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കൂട്ടത്തിലൂടെ കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക, ആ പയ്യനും മരിച്ചാണെന്ന് വിചാരിക്കുള്ളൂ. സർക്കാസ്റ്റിക് ആയിട്ട് ചെയ്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞ ആ സംഭവം എന്നല്ല പറയുന്നത്. നമുക്ക് ഡിസൈൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിനകത്ത് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഏകദേശം അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ ശരിക്ക് ലൈക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അറിയാം വെഡ്ഡിങ് തന്നെയാണെന്നുള്ള കാര്യം. പല ആളുകൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ബട്ട് ഇത് കാണുന്ന സമയത്ത് നമുക്കറിയാം വെഡ്ഡിങ് ആണ്. അതിൽ ബാക്കി സാധനങ്ങൾ വായിക്കണമെന്നോ നോക്കണമെന്നോ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇത് വെഡ്ഡിങ് ആയിരിക്കും, ഇത് ചരമമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സംഭവം മനസ്സിലാക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന സാധനം. ആദ്യത്തെ പോസ്റ്റർ കണ്ടോ? ആദ്യത്തെ പോസ്റ്റർ ഒരു ജിമ്മിൻ്റെ പോസ്റ്റർ തന്നെയാണ്. രണ്ടാമത്തതും ജിമ്മിൻ്റെ പോസ്റ്റർ തന്നെയാണ്. ആദ്യത്തിനകത്ത് നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് യൂസ് ചെയ്ത കളറും മറ്റൊക്കെ തന്നെ രണ്ടാമത്തെ പോസ്റ്ററും നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ നോക്കൂ, ഷേപ്പ് യുവർ ബോഡി എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഷേപ്പ് യുവർ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ അത് ജിമ്മാണ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ സംഭവം അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അവർക്ക് ഏതാണ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ള എന്തൊക്കെ സർവീസസ് ആണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദെൻ കോൾ ഓൺ ആക്ഷൻ.
കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പോസ്റ്ററിൽ കുറച്ച് പിക്ചർ കുറച്ച് കൂടുതലാണ് കൊടുത്തിട്ടുള്ളത്. അത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള യൂണിസെക്സ് ജിമ്മാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന പോസ്റ്റർ കണ്ടൻറ്റ് എങ്ങനെയായിരിക്കണം, ഏതിന് പ്രയോറിറ്റൈസ് കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ. ഇനി ആ സംഭവങ്ങൾ ഒന്ന് ഡീറ്റെയിലിങ്ങിലേക്ക് പറയാണ്. നമ്മൾ പറയുന്ന കാര്യം സിമ്പിളായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലീൻ ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഡോഗ് മിസ്സിംഗ് ആണ്, അതിനെ കണ്ടു കിട്ടുന്നവർ വിളിക്കുക എന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഡോഗിൻ്റെ പേര് ടിപ്പു എന്നുള്ളതാണ്. അത് ഇന്ന സ്ഥലത്ത് നിന്ന് മിസ്സായി, നിങ്ങൾ കണ്ടു കിട്ടുന്നവർ, ഇങ്ങനെ വലിയൊരു എസ് എഴുതിയിട്ടൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ടായിരുന്നു പണ്ട്. സോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മിസ്സായത് ഡോഗാണെന്ന് നമുക്കറിയാം. ഇത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ കൺസിസ്റ്റൻസിയാണ്, അത് ബ്രാൻഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത്. ദെൻ ഹൈറാർക്കി എന്നുള്ളതാണ്, നമ്മുടെ കണ്ടൻറ്റിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. ദെൻ കോൺട്രാസ്റ്റ്, നമ്മൾ കോൺട്രാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിലയബിൾ ആവും എന്നുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ ഇമേജിൽ നോക്കിയാൽ മനസ്സിലാവും. മറ്റ് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ആ ടുലിപ്പ് അത്രയും ബോൾഡായിട്ട് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്, കളർ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അലൈൻമെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അക്രോസ് അലൈൻമെൻറ്റ്, ടൈപ്പോഗ്രാഫി ഒക്കെ ഇപ്പോൾ നമ്മൾ ഈ സ്ലൈഡ്, എൻറ്റയർ സ്ലൈഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഒരേ ഫോണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു അലൈൻമെൻറ്റ്, ഒരു ഡിസൈൻ കൺസിസ്റ്റൻസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത്. അടുത്തത് റീനസ് അക്കാഡമിനെ കുറിച്ചാണ്. റീനസ് അക്കാഡമി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഫോട്ടോ എഡിറ്റിംഗ് ആയിട്ട്, ഫോട്ടോ വീഡിയോ പോസ്റ്റ് പ്രോസസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ടീച്ചിങ് ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇതിനകത്ത് ഡീപ്പായിട്ടുള്ള ഡിഫറെൻ്റ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഫോട്ടോ എഡിറ്റിങ്, ഫോട്ടോ റീടച്ചിങ്, കളർ ഗ്രേഡിങ്, അതുപോലെ തന്നെ ഹൈ എൻഡ് റീടച്ചിങ്, ആൽബം ഡിസൈനിങ്, വീഡിയോ എഡിറ്റിങ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, അത് പഠിപ്പിക്കുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കൊച്ചിയിൽ കളമശ്ശേരിയാണ് നമ്മളുടെ ഓഫീസ് വരുന്നത്. എൻ്റെ പേരാണ് റീനസ് ബാബു. റീടച്ചറാണ്, ഫോട്ടോഗ്രാഫറാണ്, അഡോബ് സർട്ടിഫൈഡ് പ്രൊഫഷണലാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിനി ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്യാം. പരിചയമില്ലാത്തവർക്ക് നമുക്ക് പിന്നീട് ഗ്രൂപ്പിനകത്ത് പരിചയപ്പെടാം. ഇപ്പം നമ്മളെ സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID ഉണ്ട്. ഇമെയിൽ ID നിന്ന് ഓൾറെഡി നിങ്ങൾക്കിപ്പം 2-3 മെയിലുകൾ വന്നിട്ടുണ്ടാവും. ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിന് ഇടയ്ക്ക് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. കറൻ്റ്ലി എത്ര പേര് ക്യാൻവ ഉപയോഗിക്കുന്നവർ സി എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ക്യാൻവ ഉപയോഗിക്കുന്നവർ, കറൻ്റ്ലി ക്യാൻവ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടോ ഒക്കെ ഏത് ഫോർമാറ്റിലാണെങ്കിലും ഉപയോഗിക്കുന്നവർ ജസ്റ്റ് ഒന്ന് സി എന്നൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, യാ 1 2 3 4 5 യാ. അപ്പോൾ ഒരുപാട് പേര് ക്യാൻവ ഉപയോഗിക്കുന്നവരാണ്. ദാറ്റ്സ് കൂൾ. ഇനി ക്യാൻവ ഉപയോഗിക്കാത്തവർ വി എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ക്യാൻവ ഇതുവരെ ഉപയോഗിക്കാത്തവർ, ക്യാൻവ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് ഇപ്പോൾ ഈ വെബിനാർ വന്നതിന് ശേഷമാണ് അറിയുന്ന, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടില്ല, അത് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ ഫ്രണ്ട്സോ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് കേട്ട് അറിവുള്ള ആളുകളുണ്ടാവും. യാ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളും കൂടുതലാണ്. യാ, ബോത്ത് ആർ സെയിം ആക്ച്വലി. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സിനകത്ത് നമ്മൾ പറയുന്നത് ക്യാൻവ
കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്നതിൻ്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആൻഡ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, മൊത്തം പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലേ. എനിവേ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൂപ്പിനകത്തൊരു ഫോം ഇടും. ഗൂഗിൾ ഫോമാണ്. അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്ത് തരണം. അങ്ങനെ എല്ലാവരും ഫില്ല് ചെയ്താൽ മാത്രമേ നാളെ നമ്മുടെ ക്ലാസ്സിൻ്റെ മുമ്പായിട്ട് എനിക്കത് ആക്ടിവേറ്റ് ചെയ്ത് തരാനോ, നാളെയോ മറ്റന്നാളായിട്ട് നിങ്ങൾ തരുന്നതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക കേട്ടോ, ആക്ടിവേറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കറൻ്റ്ലി ക്യാൻവ യൂസ് ചെയ്യുന്നവർ വേണമെങ്കിൽ നിങ്ങൾക്ക് അതേ മെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ വേറെ മെയിൽ ഐ ഡിയിലോ ക്യാൻവ ആക്ടിവേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതേ മെയിൽ ഐ ഡിയിൽ ആക്ടിവേറ്റ് ചെയ്ത് വിചാരിച്ച് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് വേറെ മെയിൽ ഐ ഡി തരാം. അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡി ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ ക്യാൻവ ആക്ടിവേറ്റ് ചെയ്ത് തരേണ്ടതെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഫോമിനകത്ത് ഫില്ല് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ആ ഫോം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് ക്യാൻവ ആക്ടിവേറ്റ് ചെയ്ത് തരുന്നുണ്ടാവുക. ഇനി ക്യാൻവ വൺസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇമെയിൽ വരികയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിനകത്ത് ജോയിൻ ഇൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഇതായിരിക്കും, ലിങ്ക് ആയിരിക്കും ഉണ്ടാവുക. ആദ്യം നിങ്ങൾ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ അതിനകത്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്യാൻവ ഓപ്പൺ ആയിട്ട് ഈ മെയിൽ ഐ ഡിയിൽ അത് ആക്ടിവേറ്റ് ആവും. ദെൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോവാം. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിയെല്ലാം സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാൻവയുടെ ലോഗിൻ ഒന്നും ചെയ്യാത്ത ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സൈനപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ മെയിൽ ഐ ഡി വെച്ചിട്ട് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടും ജോയിൻ ചെയ്യാം. ഏറ്റവും നല്ലത് ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പോവുക. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കി നമ്മുടെ മൊബൈലിലും ബാക്കിയൊക്കെ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതിയാവും. ഇനി ഇൻ കേസ് നിങ്ങൾ ലോഗിൻ ചെയ്ത ആളുകളാണെങ്കിൽ, യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ലോഗിൻ കൊടുത്ത് സെയിം നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചിട്ടോ ഗൂഗിൾ വെച്ചിട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മുടെ ക്യാൻവയുടെ മുകൾ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്, ഡിസൈൻ സ്പോട്ട്ലൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസ്, പ്രിൻറ്റിങ്ങിനുള്ളതും ഫോട്ടോക്കുള്ളതും ഡോക്യുമെൻറ്റ്സിനുള്ളതും മാർക്കറ്റിങ്ങിനുള്ളതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ബിസിനസ് പർപ്പസിനുള്ള കുറേ ഓപ്ഷൻസ് കാണാം, എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ളത്, ആൻഡ് പ്രൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ലേൺ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ള ഓപ്ഷൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി വൺസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഈ താഴത്ത് നോക്കണ്ട, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഡിസൈനുകളാണ്. ആൻഡ് ഇവിടെ ലെഫ്റ്റ് പാനലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ട് ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, നോട്ട് ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റുകളും സേവ് ചെയ്തിട്ടുള്ള സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ വരും. ഇതിനകത്തും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഡിസൈനുകൾ കാണാൻ പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൈസുകൾ, അതിൻ്റെ ടെംപ്ലേറ്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഷീറ്റ്സ് ഉണ്ട്. ഷീറ്റ്സ് മീൻസ് നമ്മുടെ എക്സൽ ഷീറ്റുകൾ പോലത്തെ ഡിഫറെൻറ്റ് നിങ്ങൾക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഡെയിലി വേജസിൻ്റെ റിപ്പോർട്ടുകളോ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ. ഡോക്യുമെൻറ്റിൻ്റെ ഭാഗത്ത് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വൈറ്റ് ബോർഡ്, പ്രസൻറ്റേഷൻ, സോഷ്യൽ മീഡിയ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയക്കകത്തുള്ള ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
ഇനി ഫോട്ടോ എഡിറ്റർക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ബേസിക് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കൂടിയാണ്. നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും ഇതിനകത്ത് പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാനും സെലക്ട് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും കളർ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വീഡിയോക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പ്രസൻറ്റേഷൻസ്, റീൽസ് പോലെയുള്ള കാര്യങ്ങൾ, റീൽസ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആനിമേറ്റഡ് റീൽസാണ്. അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് എഡിറ്റുകളും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രിൻ്റബിൾസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മൾ റെസ്യൂമെ, അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ്, വിസിറ്റിംഗ് കാർഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഇനി വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. ലാൻഡിംഗ് പേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. ആൻഡ് തൊട്ട് താഴെയായിട്ട് കസ്റ്റം സൈസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഏത് മെഷറിംഗ് യൂണിറ്റിലാണോ വേണ്ടത് ആ മെഷറിംഗ് യൂണിറ്റിൽ നിങ്ങൾക്ക് വേണ്ടത് മെഷറിംഗ് യൂണിറ്റ് ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം ആ സൈസ് കൊടുത്ത് എൻ്റർ ചെയ്ത് ക്രിയേറ്റ് കൊടുക്കാം. അതായത് ബ്ലാങ്ക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കസ്റ്റം സൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈനുകൾ, കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോസോ ഫോൾഡേഴ്സോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കാര്യം ഇതിനകത്ത് നമ്മൾ ക്ലൗഡ് ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു 10-20ഓളം GB ഡാറ്റ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. ഇനി മോർ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വേറെയും കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൈസസുകൾ, ഡിസൈനുകൾ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏതാണോ വേണ്ടത് നമുക്കത് യൂസ് ചെയ്യാം. ഇനി ഫോർ യു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവർ റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ. ഞാൻ അധികം പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് കോഴ്സ് സംബന്ധമായിട്ടുള്ള പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നത്. എനിവേ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുതിയ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഹോം ബട്ടണാണ്. ഹോം ബട്ടണാണ് ഈ കാണുന്ന നമ്മളുടെ ഹോം ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഡിസൈനുകളും കാര്യങ്ങളും വർക്കുകളൊക്കെ ഇവിടെ കാണാം. ഇവിടെയും നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ കാണാം. ഇവിടെ യുവർ ഡിസൈൻ എന്നതിനകത്ത് നമ്മൾ ചെയ്ത ഡിസൈൻ ഉണ്ടാവും. ടെംപ്ലേറ്റ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെംപ്ലേറ്റ്സ് കാണാം. ക്യാൻവ AI-ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് കുറേയധികം AI സാധനങ്ങൾ, ടെക്സ്റ്റ് ടു ഇമേജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ആ സാധനങ്ങൾ പ്രോംപ്റ്റ് കൊടുത്ത് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെയുണ്ട്. ആൻഡ് ഇനി പ്രോജക്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ ഒരു പ്രോജക്റ്റായിട്ട് തന്നെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ടെംപ്ലേറ്റ്സ് എഗെയിൻ നമ്മൾ നേരത്തെ കണ്ട ടെംപ്ലേറ്റുകളാണ്. ഈ സാധനം നമുക്ക് കറൻ്റ്ലി ഇപ്പോൾ നമ്മളുടെ ഇതിനകത്ത് അവൈലബിൾ അല്ല, നമ്മളെ സബ്സ്ക്രിപ്ഷനകത്ത് അവൈലബിൾ അല്ല ബ്രാൻഡ് കണ്ടൻറ്റ്. ഇനി ഇതല്ലാതെ ക്യാൻവയ്ക്ക് വെളിയിലുള്ള കുറേ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി ക്യാൻവയുടെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഒരുവിധം എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ AI ജനറേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, അങ്ങനെ കുറേ അധികം ആപ്ലിക്കേഷൻസ്, ഫോട്ടോ എഡിറ്റിങ്ങിനുള്ള ആപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ക്ലാസ് വർക്ക്, മറ്റുള്ളവർ ഷെയർ ചെയ്യുന്ന വർക്കുകളാണ് ഇവിടെ വരിക. ബട്ട് അത് നിങ്ങൾ നോക്കണ്ട. ആൻഡ് താഴെ വന്നു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. താഴെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. നിങ്ങൾ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്യാൻവ പ്രോ അക്കാഡമി എന്ന് പറയുന്ന ഇതിൽ കാണാൻ പറ്റും. ഇവിടെയാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുക. ഇതിൽ ക്യാൻവ പ്രോ അക്കാഡമി എന്നുള്ളതാണ് നിങ്ങൾക്ക് തരുന്ന സാധനം. ഇത് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 2 സാധനങ്ങളാണ്. അതല്ല, ഈ ഒരു സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സെറ്റിങ്സ്, ലോഗൗട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ഇൻ്റർഫേസിനകത്തുള്ള കാര്യങ്ങൾ. ഇനി നമുക്കൊരു ഡിസൈന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ പറയുന്നത് ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ തുടക്കം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. ഇവിടെ വെച്ചിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സിനകത്ത് വെച്ച് തുടങ്ങാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് വേണ്ടത്. സോ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് 4:5 റേഷ്യോ, സാധാരണ സ്ക്വയർ അല്ല, ലാൻഡ്സ്കേപ്പ് പോസ്റ്ററാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇതുപോലെ പുതിയൊരു വിൻഡോയിലേക്കായിരിക്കും നിങ്ങൾ സ്വിച്ച് ആവുക. ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് വരിക.
ഓക്കെ. ഇനി ടെംപ്ലേറ്റ് നിന്നാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഇത് പുതിയ ടാബിലാണ് വന്നിട്ടുണ്ടാവുക. ഇനി ടെംപ്ലേറ്റ് നിന്നാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഇവിടെ വന്നിട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ടെംപ്ലേറ്റുകളായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു സ്പെസിഫിക് സാധനമാണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പം മൊബൈൽ സർവീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ സാധാരണഗതിയിൽ നിങ്ങൾ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇവിടെ ഒരു ക്രൗൺ സിമ്പിളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനകത്ത് ഇത് എജു എന്ന് പറയുന്ന സിമ്പിളായിരിക്കും ഉണ്ടാവുക. രണ്ടും സെയിം തന്നെയാണ്, സെയിം ഡിസൈനാണ്. നിങ്ങൾക്ക് അവിടെ ചെയ്യുന്ന പ്രീമിയത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മൊബൈൽ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകൾ കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മൊബൈൽ സർവീസിങ്ങിൻ്റെ പോസ്റ്റർ ചെയ്യാം. ഓക്കെ, ഞാനിതെടുത്തു. വൺസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഒരു വിൻഡോ വരും. ഈ ഫ്ലയർ ആര് ക്രിയേറ്റ് ചെയ്തു? ഇതൊരു ഫ്ലയർ ആണ് ആക്ച്വലി, സോറി. ഓക്കെ, ഓക്കെ, തൽക്കാലം നമുക്കിത് എടുക്കാം. ഇത് ആര് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ആളെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലൈക്ക് അയാളുടെ മറ്റ് ഡിസൈനുകൾ നിങ്ങൾക്ക് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ, വേറെ ഒന്നുമില്ല. ആൻഡ് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, നമ്മളെടുത്ത ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഡിസൈനുകളും കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് ഏതാണോ താല്പര്യമുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് ചൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ വിൻഡോയിലേക്ക് വരും. അപ്പോൾ നേരെ ഇങ്ങനെയായിരിക്കും വരിക. ഇനി നമ്മൾ ആദ്യം എടുത്തത് ബ്ലാങ്ക് എന്ന് എടുത്തു കഴിഞ്ഞാൽ ബ്ലാങ്കിനകത്തുനിന്നും ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് വരിക. നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഉള്ള കാര്യങ്ങളായിരിക്കും വരിക. അപ്പോൾ അത് ആ ഒരു സൈസിലുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ലിസ്റ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സാധനങ്ങളാണ് വന്നത്. ഇനിയിപ്പോൾ ഇവിടെയാണ് നമ്മൾ മൊബൈൽ സർവീസ് എന്ന് സെർച്ച് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ റിപ്പയർ, അപ്പോൾ ഈ ഒരു സൈസിലുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഒരു ഫിക്സഡ് സൈസിലേക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടിനകത്തും ഇനി പറയാൻ പോകുന്ന എഡിറ്റുകളെല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്, ഇതെടുക്കുന്നു. ഓക്കെ, ഇനി ഈ എഡിറ്റ് വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ കണ്ട അതേ വിൻഡോ ആണ് ഇവിടെ കാണുന്നുണ്ടാവുക. ഇതൊരു പുതിയ വിൻഡോയിലേക്കാണ് സത്യത്തിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നേരത്തെ ഉള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ഹോമിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഹോമിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലേക്ക് പോവുകയൊക്കെ ചെയ്യാം. ആൻഡ് ഇവിടെ ഫയൽ മെനു ഉണ്ട്. ഫയൽ മെനുവിൽ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ, അപ്ലോഡ് ഫയൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഡൗൺലോഡ് ചെയ്യാനും മറ്റൊക്കെയുള്ള സാധനങ്ങൾ സാധാരണ നമ്മുടെ ഫയൽ മെനുവിലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇവിടെ റീസൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രീമിയം കണ്ടൻ്റ് ആണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സൈസ് പോരാ എങ്കിൽ ഈ സൈസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത് കൊടുക്കാം. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഞാൻ വഴിയെ പറയാം. ഇതിപ്പോൾ നമ്മൾ എഡിറ്റ് വിൻഡോയിലാണ് നിൽക്കുന്നത് എന്നുള്ള ഓപ്ഷനാണ് ഈ കാണിക്കുന്നത്. നമുക്ക് വേറെ ആളുകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കമൻറ്റ് ഓപ്ഷനും വ്യൂയിങ് ഓപ്ഷനൊക്കെ വെച്ചിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഈ ഒരു ബട്ടൺ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ദിസ് അൺഡു ബട്ടൺ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് തെറ്റാണെങ്കിൽ അതിൽ ബാക്കിലോട്ട് പോകാനുള്ളതാണ് അൺഡു. അൺഡു അടിച്ചതിന് ശേഷം തിരിച്ച് പഴയതിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് റീഡു. ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സാധാരണ ഉപയോഗിക്കുന്ന കൺട്രോൾ സെഡും കൺട്രോൾ ഷിഫ്റ്റ് സെഡും തന്നെയാണ് ഇതിനിവിടെ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ സേവ് ചെയ്യുന്ന പരിപാടിയില്ല. ഫോട്ടോഷോപ്പും മറ്റ് സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച ആളുകൾ നമ്മൾ സേവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ അങ്ങനെയില്ല. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നത് സേവ് ആക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ക്ലൗഡിലേക്കാണ് സേവ് ആകുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ
ഈ ഡിസൈനിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കപ്പോൾ മൊബൈൽ റിപ്പയർ എന്താണോ നിങ്ങൾ അതിൻ്റെ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. ആൻഡ് ഇത് നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. സെൻഡ് ടീച്ചർ ഷെയർ എന്ന് പറയുന്ന ബട്ടണിലാണ് നമ്മളത് ഡിസൈൻ എല്ലാം കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഈ ഷെയർ ബട്ടൺ. ഇനി ഈ ഭാഗത്ത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് തന്നെ ഡിസൈനാണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസൈൻസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ടെംപ്ലേറ്റ് എന്നും സ്റ്റൈൽ എന്നും 2 ഓപ്ഷൻസ് കാണാം. ഓക്കെ. ടെംപ്ലേറ്റ് ഇപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത സാധനമാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കളേഴ്സും ഫോണ്ടും ഒക്കെ ഉള്ളതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള സ്റ്റൈലാണ് ഇതിനകത്തുള്ളത്. ഒന്ന് കളർ മാത്രമുള്ള സ്റ്റൈലും മറ്റൊന്ന് കോമ്പിനേഷൻ സ്റ്റൈലുമാണുള്ളത്. ഇതിനകത്ത് ഫോണ്ടും കൂടെ മാറും. അടുത്തത് നമുക്ക് ഫോണ്ടുകൾ മാത്രം ഡിസൈൻ കളേഴ്സ് ഒന്നും മാറ്റാതെ ഫോണ്ടുകൾ മാത്രം മാറ്റാനുള്ള ഓപ്ഷനാണിത്. എല്ലാ ഫോണ്ടുകളും മാറും. ഇതിന് ഈ കൊടുത്തേക്കുന്നത് അതിലെ മെയിൻ ടൈറ്റിൽ, സെക്കൻഡ് ടൈറ്റിൽ, കണ്ടൻറ് ടൈറ്റിൽ, അതായത് ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡി, ഈ 3ഉം ഈ ടൈപ്പ് ഫോണ്ടുകളായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻസിൻ്റെ സ്റ്റൈലുകൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഉപയോഗിച്ച ക്യാൻവയുടെ ആ പ്രസൻറ്റേഷൻ്റെ സ്റ്റൈലാണ് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സും ടെക്സ്റ്റുകളും കാര്യങ്ങളും ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ആയിക്കോളും. അപ്പോൾ സിമ്പിളായിട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്. ഈ സ്റ്റൈല് നമ്മളൊരു സ്റ്റൈല് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റൈല് നമ്മളെ എൻറ്റയർ ഡിസൈനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ളത്. അടുത്തത് നമുക്ക് സ്വന്തം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് എലമെൻസുകൾ. ഈ ഫോട്ടോഷോപ്പിലും അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ, കോറൽ ഡ്രോയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക് ടൂൾസിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള എലമെൻസുകളെ ഉണ്ടാവുള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഈ എലമെൻസിനകത്ത് നമുക്ക് ഓഡിയോസ്, വീഡിയോസ്, ഗ്രാഫിക്സ്, ഫോട്ടോസ്, സ്റ്റിക്കേഴ്സ്, ഷേപ്സ്, ചാർട്ട്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ എലമെൻസിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് വേണോ അതിവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മൊബൈൽ ഫോണിൻ്റെ ഫോട്ടോയാണ് വേണ്ടത് അല്ലെങ്കിൽ ക്ലിപ്പാർട്ടാണ് വേണ്ടതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ മൊബൈൽ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാഫിക്സ് കാണാം. ജസ്റ്റ് ഇതിൽ സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മുഴുവനുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. ദെൻ ഇവിടെ ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ ഒരു ഫോണിനകത്ത് ഒരു ഡിസൈനൊക്കെ വരുന്ന രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഇവിടെ ഫോട്ടോസ് ഉണ്ട്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോണിൻ്റെ ഫോട്ടോസ് ഉണ്ട്, ഫോണിൻ്റെ വീഡിയോസ് ഉണ്ട്. ഇനി ഓഡിയോ ഒന്നും ഫോൺ എന്നുള്ള പേരിൽ ഓഡിയോ ഒന്നും ഉണ്ടാവില്ല. സോ ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ തന്നെ ഓൾ ഭാഗത്താണ് ഈ കാണിക്കുന്നത്. ഗ്രാഫിക്സ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗ്രാഫിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഫ്രെയിംസിൽ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഫോണിൻ്റെയും ആൻഡ്രോയിഡ് ഫോണിൻ്റെയൊക്കെ ഫ്രെയിമുകൾ കാണാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈന് ആഡ് ചെയ്ത് വെക്കാം. ഇനി ഫോട്ടോസിൽ വന്നു കഴിഞ്ഞാൽ മുഴുവൻ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോട്ടോസ്. ഇനി സ്പെസിഫിക് മൊബൈൽ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഐഫോൺ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കാണാൻ പറ്റും. ഇനി വീഡിയോസിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോൺ യൂസ് ചെയ്യുന്നതും അങ്ങനെയായിട്ടുള്ള കുറേ അധികം വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈം ലെങ്ത്തിലുള്ള വീഡിയോസ് ഉണ്ട്. ആൻഡ് ഓഡിയോ അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മൊബൈലിൻ്റെ റിംഗ് ടോൺ പോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷേപ്സിനകത്തില്ല, മോക്കപ്സിനകത്തും ഇല്ല, ചാർട്ടിനകത്തൊന്നും മൊബൈൽ ഉണ്ടാവാൻ വഴിയില്ല. എനിവേ, അപ്പോൾ നമുക്ക് ഗ്രാഫിക്സിനകത്ത് നിന്ന് നമുക്കൊരു മൊബൈൽ എന്നുള്ള സംഭവമാണ് വേണ്ടത്. ജസ്റ്റ് ഒരു മൊബൈൽ ഞാനിപ്പം ഇന്നത് വേണം നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതെങ്ങനെ വെക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വെച്ചു. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് മാജിക് റെക്കമെൻഡേഷൻ. നമ്മൾ ഇങ്ങനെ ഒരെണ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാജിക് റെക്കമെൻഡേഷൻ AI വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഇമേജസും കൂടെ നമുക്ക് കാണിക്കും. അപ്പോൾ ഈ ഒരു ഡിസൈനിന്, ഈ ഒരു എലമെൻറ്റിന് പാകത്തെ മറ്റ് ഡിസൈനുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ,
ഇപ്പോൾ ഇത് ഫോട്ടോ ആണെങ്കിലും ക്ലിപ്പ് ആർട്ടാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ വല്ല ലോഗോസോ മറ്റൊക്കെയാണ് വേണ്ടതെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പിൻ്റെ ഒരു ലോഗോ ആണ് വേണ്ടത്. വാട്സപ്പ് ലോഗോ സെർച്ച് ചെയ്ത് കൊടുത്ത് കണ്ടോ, ഇഷ്ടം പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാട്സപ്പ് ലോഗോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ബ്രാൻഡ് ഫെച്ച് ലോഗോ എന്ന് പറയുന്ന ഒരു ആപ്പും കൂടെ ഉണ്ട്. ഇതിനകത്ത് ആ ബ്രാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ലോഗോസും കാര്യങ്ങളും നമുക്ക് കിട്ടും. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ് ആ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആപ്പ് എന്ന് പറയുന്നത് ഇവിടെ താഴെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ എലമെൻറ്റ്സ് ആണ്. അടുത്തത് ടെക്സ്റ്റ് ആണ്. നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കാര്യം നമ്മൾ ക്യാൻവക്കകത്ത് നിന്നല്ല ഉപയോഗിക്കുന്നത്. കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് വരുന്നുണ്ടാവുക കേട്ടോ. ദെൻ ടെക്സ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റുകൾ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് 3 ടൈപ്പ് ടെക്സ്റ്റുകളാണുള്ളത്. ഒന്ന് ഹെഡിങ്, സബ് ഹെഡിങ് ആൻഡ് ബോഡി ടെക്സ്റ്റ്. ഈ 3 സാധനങ്ങൾ ഇവിടെ കാണാം. ജസ്റ്റ് 1 ക്ലിക്ക്, അപ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ആഡ് ഹെഡിങ് ഹിയർ എന്ന് പറയുന്ന ഭാഗം കിട്ടും. നമുക്കൊരു ബ്ലാങ്ക് എടുക്കാം കേട്ടോ. പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് പേജ് കൊടുത്താൽ മതി. ആഡ് ഹെഡിങ് കൊടുക്കാം. ആഡ് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ആഡ് ഹെഡിങ് എന്ന് മാത്രമേ വരുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീനസ് അക്കാഡമി. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫോണ്ടല്ല വേണ്ടത്, എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു ഫോണ്ടാണ് വേണ്ടതെങ്കിൽ ഈ ഫോണ്ട് ഇവിടുന്ന് മാറ്റണം. അതിന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് ഇങ്ങനെ ഒരു സാധനം വരും. ഇതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഫോണ്ടിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ടിൻ്റെ ലിസ്റ്റ് ഇവിടെ വരും. ഫോണ്ട് ടെക്സ്റ്റ് സ്റ്റൈൽ ഇവിടെ കാണാം. ടെക്സ്റ്റ് സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വരും. ആൻഡ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ ഫോണ്ടിൻ്റെ പേരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഹാൻഡ് റൈറ്റിങ്, കോർപ്പറേറ്റ്, ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഹെഡിങ് ഫോണ്ടുകൾ, പാരഗ്രാഫ് ഫോണ്ടുകൾ, ഷെരീഫ് ഫോണ്ടുകൾ, റൗണ്ട് ഫോണ്ടുകൾ, മോഡേൺ ഫോണ്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ കുറേ അധികം കൈൻഡ് ഓഫ് ഫോണ്ട്സിൻ്റെ എലഗൻ ഫോണ്ട് ഒക്കെ പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ബോൾഡ് ആയിട്ടുള്ളതാണോ ആണെങ്കിൽ ജസ്റ്റ് ബോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ താഴെ ഡിസ്പ്ലേ ചെയ്യുന്നതെല്ലാം ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടുകൾ മാത്രമായിരിക്കും. സി അല്ല, നമുക്കൊരു ടൈപ്പ് ഹാൻഡ് റൈറ്റിംഗ് പോലത്തെ ആണെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിംഗ് പോലത്തെ ഫോണ്ടുകളായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ മോഡേൺ ടൈപ്പ് ഫോണ്ടുകളാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് മോഡേൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മോഡേൺ ടൈപ്പ് ഫോണ്ടുകളായിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ഫോണ്ടുകളായിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ടുകൾ. സോ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ കൊടുക്കുക. ഇനിയിപ്പോൾ സിമ്പിളായിട്ടുള്ള ഫോണ്ടുകളാണെങ്കിൽ സിമ്പിൾ ഉണ്ട്. ഡിസ്പ്ലേ ഫോണ്ടുകൾ വലിയ വലിപ്പമുള്ള ടൈപ്പ് ഫോണ്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് മലയാളമാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ. ഇവിടെ അപ്ലോഡഡ് ഫോണ്ട്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇത് നമ്മളുടെ ഇതിനകത്ത് മാത്രമാണ് ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ 2 ടൈപ്പ് ഫോണ്ടുകളാണുള്ളത്. ഒന്ന് യൂണിക്കോഡ് ഫോണ്ടുകളും മറ്റൊന്ന് ആസ്കി ഫോണ്ടുകളും. യൂണിക്കോഡ് ഫോണ്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെബിലൊക്കെ കാണുന്ന ടൈപ്പ് ഫോണ്ടുകളെയാണ് നമ്മൾ യൂണിക്കോഡ് ഫോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇതിനകത്തുനിന്ന് നമ്മൾ ഫോണ്ടുകൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ ലൈക്ക് കോപ്പി ചെയ്തു ആൻഡ് ഇവിടെ നമ്മൾ ടെക്സ്റ്റിൽ വന്ന് ഞാൻ ജസ്റ്റ് ബോഡി ടെക്സ്റ്റ് അടിച്ച് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ഫോണ്ടുകളെയാണ് നമ്മൾ യൂണിക്കോഡ് ഫോണ്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തു, അപ്ലോഡഡിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് യൂണിക്കോഡ് ഫോണ്ടുകൾ. ഇനി മറ്റൊരു ടൈപ്പ് ഫോണ്ടുകളാണ് ആസ്കി ഫോണ്ടുകൾ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഫോണ്ടുകൾ. അത് നമ്മൾ കൺവേർട്ടർ ഉപയോഗിച്ചിട്ട്
വേറെ ഏതെങ്കിലും കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് കുറ്റി പെൻസിൽ പോലെയുള്ള കൺവേർട്ടറുകൾ ഉപയോഗിച്ചിട്ട് വേണം ഇതിൽ ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ സാധാരണ DTPയിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഫോണ്ടുകളെയാണ് നമ്മൾ ആസ്കി ഫോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേറെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. എനിവേ, അപ്പോൾ അങ്ങനത്തെ ഫോണ്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ കുറ്റി പെൻസിൽ പോയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഈ ഫോണ്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന, വാട്സപ്പിൽ അയക്കുന്ന ഇതെല്ലാം ആസ്കി യൂണീകോഡ് ഫോണ്ടുകളായിരിക്കും. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ ഇതിനകത്ത് നിന്ന് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് സെർച്ച് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിലെ പ്രീമിയം ഫോണ്ടുകളാണ് ഈ കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ പ്രീമിയം ഫോണ്ടുകളാണ്. അടുത്തത് ഫോണ്ടിൻ്റെ സൈസാണ്. ഫോണ്ടിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ ലിസ്റ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യാം. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ടെക്സ്റ്റ് ബോക്സുകൾ, ഇത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർണേഴ്സിൽ റൗണ്ട് ആയിട്ടുള്ള സിമ്പിൾ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ സൈഡിലായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഒരു ചെറിയൊരു ബാറും കൂടെ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോണ്ട് വലുതാവില്ല, പകരം ഇതുപോലെ ലൈനായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ 2 ലൈനായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സാധനത്തിൽ പിടിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ലൈനായിട്ട് വന്നോളും. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഇത്രയും കൂടെ ചെറുതാക്കിയിട്ടാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്തത് ഫോണ്ടിൻ്റെ കളറാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് കളർ ചൂസ് ചെയ്യാൻ പറ്റും. ഫോണ്ട് കളർ വരുമ്പോൾ ഇതിനകത്ത് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കളറേ ഇവിടെ കാണിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കളർ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഹാഷ് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത്, ഇപ്പോൾ ബ്രാൻഡിനൊക്കെ ഒരു കളർ കോഡ് ഉണ്ടാവും, ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ കളർ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഏത് കളർ ടൈപ്പാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റിനെ ബോൾഡാക്കുക. ഈ ബോൾഡ് ചിലപ്പോൾ എല്ലാ ടെക്സ്റ്റിനും കിട്ടിക്കോളണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇറ്റാലിക് എന്ന് പറയുന്ന സാധനം ഈ ഫോണ്ടിൽ, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഈ റൊമാന എന്ന് പറയുന്ന ഫോണ്ടിനകത്ത് ഇല്ല, അതിൽ ബോൾഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടില്ല. അതുപോലെ തന്നെ ബോൾഡിൻ്റെ കാര്യവും, ബോൾഡ് ചിലപ്പോൾ എല്ലാ ഫോണ്ടിനും സപ്പോസ് ഇപ്പോൾ ഈ ഫോണ്ടിന് ബോൾഡ് ഇല്ല, ഇറ്റാലിക്കും ഇല്ല. അപ്പോൾ ചില ഫോണ്ടിന് ഉണ്ടാവും, ചില ഫോണ്ടിന് ഉണ്ടാവില്ല. അപ്പോൾ ഇല്ലാത്ത ഫോണ്ടിന് കിട്ടാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സബ് ഫോണ്ടുകൾ യൂസ് ചെയ്യുക. അടുത്തത് അണ്ടർലൈൻ ആണ്. അടുത്തത് സ്ട്രൈക്ക് ത്രൂ ആണ്. നമ്മൾ എന്തെങ്കിലും റേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോലത്തെ സംഭവം. അടുത്തത് ഓൾ ക്യാപ്സ് ആണ്. നമ്മൾ അപ്പർ കേസിലേക്ക്, നമ്മൾ ഫോണ്ടിനെ ടോട്ടലി അപ്പർ കേസിലേക്ക്, സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്ത് അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അടുത്തത് അലൈൻമെൻ്റ് ആണ്. ഇപ്പോൾ നോക്കുക, ഇത് സെൻട്രൽ അലൈൻമെൻ്റ് ആണ് കിടക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ഈ കോളത്തിനകത്ത് ഇങ്ങനെ ഫില്ലായിട്ട് കിടക്കുന്നത്, ആൻഡ് റൈറ്റ് സെൻറ്റർ, ഇത്ര അലൈൻമെൻറ്റുകളാണ് ഇതിനകത്ത് ഉള്ളത്. അടുത്തത് ബുള്ളറ്റാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഞാനിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്, 1 by 1 ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ, ഇപ്പോൾ മലയാളമാണെങ്കിലും നമ്മൾ ഇൻപുട്ട് ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്, പിന്നെ ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ അതിനകത്ത് വരിക. അതാണ് ഈ യൂണിക്കോഡ് ഫോണ്ടിൻ്റെ പ്രത്യേകത. കീബോർഡ്, മൗസ്, ഇങ്ങനെ ഐറ്റ്നറീസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബുള്ളറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സിംഗിൾ ലൈനിലാണെങ്കിൽ സിംഗിൾ ബുള്ളറ്റ് ആയിരിക്കും ആഡ് ആവുക. മൾട്ടിപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ അത് മൊത്തം സെലക്ട് ചെയ്ത് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബുള്ളറ്റ് ആഡ് ചെയ്യും. ബുള്ളറ്റും നമ്പറിങ്ങുമാണ് ഇതിനകത്തുള്ളത്, വേറെ ഒന്നുമില്ല. 1 2 3 നമ്പേഴ്സ് ആൻഡ് ബുള്ളറ്റ് വേണ്ടെങ്കിൽ അതിൽ തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അടുത്തത് സ്പേസിംഗ് ആണ്. സ്പേസിങ് ലെറ്റർ സ്പേസിംഗ് ഉണ്ട്, ലൈൻ സ്പേസിംഗ് ഉണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഈ ലെറ്ററിനകത്ത് വരുമ്പോൾ, ഇതിനകത്ത് വരുമ്പോൾ ഈ ലൈന് തമ്മിലുള്ള അകലം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈൻ സ്പേസിംഗ് ആണ് കുറക്കേണ്ടത്. ഇനി ടെക്സ്റ്റുകൾ തമ്മിലുള്ള, ലെറ്റേഴ്സ് തമ്മിലുള്ള അതാണ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ലൈൻ സ്പേസിംഗ്, ലൈനുകൾ തമ്മിലുള്ള അകലം, ആൻഡ് ലെറ്റർ സ്പേസിംഗ്, ലെറ്ററുകൾ തമ്മിലുള്ള അകലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇതിൻ്റെ ആങ്കർ പോയിൻ്റ് ആണ്. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇപ്പോൾ സെൻട്രലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, സെൻട്രലിനെ ബേസ് ചെയ്തിട്ട് ടോപ്പിലും ബോട്ടത്തിലായിരിക്കും അഡ്ജസ്റ്റ് ആവുക. ടോപ്പിലാണ് വെച്ചെങ്കിൽ ടോപ്പിനെ ബേസ് ചെയ്തിട്ട് ബോട്ടത്തിലേക്കായിരിക്കും. ഇനി ബോട്ടത്തിലാണ് വെച്ചെങ്കിൽ ബോട്ടത്തിലായിരിക്കും അത് എക്സ്പാൻഡ്. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. ഇതിനകത്ത് മോർ സെറ്റിങ്സിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട സാധനമാണ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് a+b whole square is equal to H2O. ഇക്വേഷൻ ഒന്നും നോക്കണ്ട, ഞാൻ ആ സംഭവം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് ഇത് അപ്പർ കേസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ മോർ സെറ്റിങ്സിൽ വരിക. മൊബൈലിൽ ഇത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോർമൽ ടെക്സ്റ്റ് പൊസിഷൻ നോർമൽ. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് അപ്പർ കേസിലേക്ക് പോകുന്നു, a+b ഹോൾ സ്ക്വയർ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ H2O കൊടുക്കുന്ന സമയത്ത് സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, അപ്പർ കേസ് അല്ല സോറി, സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും കൊടുക്കാനുള്ള ഓപ്ഷൻ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ചെറിയ കോളങ്ങളൊക്കെ ആണെങ്കിൽ, അപ്പോൾ എന്താ പറയുക, ബോഡി ടെക്സ്റ്റ് ആണെങ്കിൽ ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ, ഒറ്റ ഇതേ ഉണ്ടാവുള്ളൂ ചെറുതായിട്ട് കാണുന്ന സമയത്ത്. സോ ടോപ്പിലേക്ക് വലിച്ചാൽ മതി. ഇനി അടുത്തത് ട്രാൻസ്പെറൻസി ആണ്. നമ്മൾ ലെറ്റർ ഒക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തത് ഇഫക്ട്സ് ആണ്. ഇഫക്ട്സിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷാഡോസ് കൊടുക്കാനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബോർഡേഴ്സ് കൊടുക്കാനൊക്കെയുള്ള, ബോർഡേഴ്സ് അല്ല സ്ട്രോക്സ് കൊടുക്കാനൊക്കെയുള്ള ഓപ്ഷൻസാണ് ഇതിനകത്തുള്ളത്. എല്ലാ സ്ട്രോക്കിനകത്തും എല്ലാ സെറ്റിങ്സിനകത്തും അതിൻ്റേതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അടുത്തത് അനിമേറ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ പോസ്റ്ററിനെ ടോട്ടലായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ അതിനെ അനിമേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്കതിനെ അനിമേറ്റ് ചെയ്യാം. അനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒത്തിരി അനിമേഷൻസ് കാണാം. ഇതിൽ ഏത് അനിമേഷനാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആൻഡ് പൊസിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കത് താഴത്തേക്ക് മുകളിലേക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടോപ്പ് ബോട്ടം ഒക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ അറേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് അപ്പറിലോ ബോട്ടത്തിലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇത് ഒന്നിൻ്റെ മുകളിലാണ്, മറ്റേ താഴെയാണ്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടെക്സ്റ്റ് ബോക്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും അലൈൻമെൻറ്റ് നമുക്കൊരു സ്പെസിഫിക് സ്ഥലത്തേക്ക് വരണം. ഇത് സെൻട്രലാണ് കിടക്കുന്നത്, നമുക്ക് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അടുത്തത് ലെയേഴ്സാണ്. നമ്മൾ ഇതെല്ലാം ഇടുന്നത് ലെയറിന് ബേസ് ചെയ്തിട്ടാണ്, ഓരോ ലെയർ ബേസ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഇത് അടിയിലേക്ക് വന്നത് ഈ ഒരു ലെയറിൻ്റെ താഴെ ഇതുള്ളത് കൊണ്ടാണ് അടിയിലേക്ക് വന്നത്. ഇപ്പോൾ ഇത് മുകളിലേക്ക് കൊണ്ടുവരുന്ന അപ്പ് കൊടുക്കുന്നത് ഇത് വെച്ചിട്ട് തന്നെയാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെയറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ചിലപ്പോൾ ചില ഡിസൈനൊക്കെ നമ്മൾ മുകളിൽ ഇടുകയും താഴെ ഇടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മിസ്സായി പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ലെയർ പാനൽ വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പ് പാനലിനകത്ത് ഉള്ളത്, പൊസിഷനകത്ത് ഉള്ളത്. അടുത്ത ബ്രാൻഡ് കണ്ടൻ്റാണ് നമുക്കില്ല. അടുത്തത് അപ്ലോഡ്. അപ്പോൾ നമുക്ക് വേണ്ട ഇമേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് എലമെൻസിനകത്ത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. വാട്സപ്പിൻ്റെ ലോഗോ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ലോഗോ എന്ത് ചെയ്യും, നമ്മളെ ലോഗോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അപ്ലോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ജസ്റ്റ് ഇവിടെ അപ്ലോഡ് കൊടുക്കുക, അപ്ലോഡ് ഫയൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ നിങ്ങളുടെ കണ്ടൻറ്റ് ഉള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക. ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആവും. ഇനി അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ടൂൾസ് ഉണ്ട്. ഇത് നമ്മൾ ടൂൾസിൽ വരുന്നത് ജസ്റ്റ് ഇത് മാർക്കപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ദെൻ പ്രോജക്റ്റ്, നമ്മൾ മുമ്പ് ചെയ്ത പ്രോജക്റ്റുകളിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റിനകത്തു നിന്നുള്ള ഒരു പേജൊക്കെ നമുക്ക് ചിലപ്പോൾ അടുത്ത ഡിസൈനിൽ ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു എലമെൻ്റൊക്കെ ആഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തെടുത്ത് സംതിങ് ലൈക്ക് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ ക്യാൻവയുടെ ലോഗോ വേണമെന്ന് വിചാരിച്ചോളൂ സപ്പോസ്.
ഞാൻ ഈ ഡിസൈന് അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു സൈസിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ സൈസ് റീസൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ എനിക്ക് ക്യാൻവയുടെ ലോഗോ വേണം. ഇത് ഞാൻ കോപ്പി ചെയ്തു. Ctrl+C ആണ് കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. Ctrl+C കൊടുത്തു. ആൻഡ് ഈ ഡിസൈനിലേക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് പേസ്റ്റ് Ctrl+C കൊടുക്കുക, Ctrl+V കൊടുക്കുക, പേസ്റ്റ് ആയി. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിനകത്തു നിന്നുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ, ആ ഡിസൈൻ മൊത്തത്തിൽ എടുക്കണമെങ്കിലോ അതിനകത്തുള്ള കണ്ടൻറ്റ് എടുക്കണമെങ്കിലോ ഒക്കെ നമുക്കിത് ഒരു പേജ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുക്കുക. അല്ലെങ്കിൽ ഒരു ഡിസൈൻ തന്നെ കൊണ്ടുവന്നിട്ട് അതിനകത്തു നിന്നുള്ള സാധനങ്ങൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആപ്ലിക്കേഷൻ പാനലിൽ പോയി കഴിഞ്ഞാൽ, അതായത് ദിസ് ഇസ് ആപ്ലിക്കേഷൻ പാനലിൽ പോയി കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൂൾ സെഷനകത്ത് ഉള്ളത്. ഇനി ഫോട്ടോക്കകത്ത് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം ഫോട്ടോയുടെ കുറച്ച് കാര്യങ്ങളാണ്. സോ ഫോർ ദാറ്റ് ഞാൻ ഈ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ കണ്ട പോലെ തന്നെ ടോപ്പിലൊരു ബാർ കാണാം. ഇതിൽ ഫസ്റ്റ് വൺ എഡിറ്റ് ആണ്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇവിടെ സെലക്ട് ഏരിയ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ഫസ്റ്റ് വൺ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ എഡിറ്റുകൾ ഇമേജിൽ മൊത്തത്തിൽ ആകുന്നത്. ദെൻ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തെടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ ടെക്സ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണിത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. സോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് കണ്ടോ, പെട്ടെന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരാം. അല്ല, നിങ്ങൾക്ക് മൊത്തത്തിലാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഡീസെലക്ട് ചെയ്തെടുത്തിട്ട് ഓളിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനകത്ത് ആയിരിക്കും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും വരിക. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തു. അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിന് അറിയാം, അല്ലെങ്കിൽ ലൈറ്റ് റൂം ഒക്കെ ഇതിലൊരു സെൻറ്റൻസ് മാത്രം ബോൾഡാക്കാൻ, ആ സെൻറ്റൻസ് മാത്രം അങ്ങ് സെലക്ട് ചെയ്താൽ മതി, അത് മാത്രം ബോൾഡ് ചെയ്യാം. എനിവേ, ടെമ്പറേച്ചർ ലൈറ്റ് റൂമിലുള്ള അതേ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം, ടിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇപ്പോൾ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈലൈറ്റ്, ഷാഡോസ്, ഇങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കളറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, വൈബ്രൻസ് കൂട്ടാം, സാച്ചുറേഷൻ കൂട്ടാം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കളർ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ കിട്ടും. നമ്മൾ ഇമേജിനകത്തുള്ള കളേഴ്സ് എല്ലാം ഇത് ഓട്ടോമാറ്റിക്കലി റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ കളർ എടുത്തു കഴിഞ്ഞാൽ ആ കളറിൻ്റെ ഹ്യൂ, സാച്ചുറേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹ്യൂ, സാച്ചുറേഷൻ, ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് ആ ഒരു സ്പെസിഫിക് കളറിൻ്റെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തത് ടെക്സ്റ്ററാണ്. നമുക്ക് ഡീറ്റെയിൽ ഒക്കെ കൂട്ടണമെങ്കിലൊക്കെ ഇത് വെച്ച് കൂട്ടാം. ഇനിയിപ്പോൾ ഞാൻ സബ്ജക്റ്റിൻ്റെ ഫോർഗ്രൗണ്ട് സെലക്ട് ചെയ്തു, അതായത് നമ്മളെ മോഡലിനെ സെലക്ട് ചെയ്തു. ആ സെലക്ഷൻ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി കൂട്ടാൻ മാത്രമാണ്. ജസ്റ്റ് ഞാൻ ക്ലാരിറ്റി കൂട്ടി, കണ്ട അതിൻ്റെ ക്ലാരിറ്റി മാത്രം കൂടി വരുന്നത് കാണാം. ദെൻ ഷാർപ്പ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ അത്യാവശ്യം വേണ്ട ഫോട്ടോ എഡിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോട്ടോക്ക് വേണ്ട ഒരു ഫോട്ടോ എഡിറ്ററായിട്ടും കൂടെ നമുക്ക് ക്യാൻവ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യം ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ട് നമ്മളുടെ കണ്ടൻ്റ് ആയിരിക്കും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, ഇത് നമ്മുടെ ഒറിജിനൽ വേർഷനിലേക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് തന്നെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കിക്കോളും. ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് വലുതാക്കി വെച്ചു. വലുതാക്കലൊക്കെ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത പോലെ തന്നെ വലുതാക്കി വെച്ചു. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് എടുത്ത് ദെൻ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ടെംപ്ലേറ്റുകളുണ്ട്. ഇതല്ല, താഴെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടെംപ്ലേറ്റുകൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ അധികം ടെംപ്ലേറ്റുകളുണ്ട്. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇതാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ആ ടെംപ്ലേറ്റ് ഇവിടെ വരും. ഇനി ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് അലൈൻമെൻറ്റ് ആണ് വേണ്ടത്. സോ ലെഫ്റ്റ് സൈഡ് അലൈൻമെൻറ്റ്, ഫോണ്ട് മാറ്റണം,
നമുക്ക് ഫോണ്ട് മാറ്റാം. സി ഇനിയിപ്പോൾ ഞാനിത് മ്യൂസിക് ലവർ എന്ന് കൊടുക്കുന്നു. സി ഇതാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇതിൽ ഈ ടെക്സ്റ്റ് ഈ ആളുടെ താഴത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ പൊസിഷനിൽ വരിക. പൊസിഷനിൽ വന്നിട്ട് ഒന്നുകിൽ ലെയറിനകത്തുനിന്ന് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ അറേഞ്ചിനകത്തുനിന്ന് ടു ബാക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ആയിക്കോളും. സി ഇനി ഈ താഴെ നമുക്കൊരു ബോക്സ് ആഡ് ചെയ്യണം, കളർ ബോക്സ് ആഡ് ചെയ്യണം. അപ്പോൾ എലമെൻറ്റിൽ വരിക. എലമെൻറ്റിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഇത് കട്ട് ചെയ്തതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷേപ്സിനകത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷേപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഷേപ്പ് വലുതാക്കുക, എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്രയും വലുതാക്കുക. ഇതിനകത്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, ഷേപ്പിന് ബോർഡർ കൊടുക്കണമെങ്കിൽ ബോർഡർ കൊടുക്കാം, എഡ്ജ് കർവ് ചെയ്യണമെങ്കിൽ കർവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് എഡ്ജ് കർവായി. ഇനി സൈഡ്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ സൈഡ്സ് കൂട്ടാം. ഇപ്പോൾ 4 സൈഡ് ഉള്ളതാണ്. ഇനിയിപ്പോൾ ചതുരൊക്കെ ആക്കണമെങ്കിൽ റെക്റ്റാങ്കിളൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അതല്ല എക്സഗണോ പോളിഗണോ ഒക്കെ ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം. ഏതായാലും 4 ഇത് തന്നെ കിടക്കട്ടെ. ഇനി നമുക്കിത് ബാക്കിലോട്ട് കൊണ്ടുപോകണം. പൊസിഷൻ ടു ബാക്ക്, ഓൾ ദ വേ ബാക്ക് കൊടുത്തു. ഇനി നമുക്കിതിന് കളറിന് പകരം ഇതിനകത്ത് നമുക്ക് ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചുള്ളൂ. ടെക്സ്റ്റിനകത്ത് നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുക്കാൻ ഇപ്പോൾ പറ്റില്ല, ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല, ആപ്പ് ഉപയോഗിച്ച് കൊടുക്കാം. ഇവിടെ നമ്മുടെ കളറിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ടതിനേക്കാളും കുറേയധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ മുമ്പ് ഉപയോഗിച്ച കളർ പാലറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇമേജ്, എത്ര ഇമേജസ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഇമേജസിൻ്റെ കളറും കൂടെ ഇതിനകത്ത് വരും. അപ്പോൾ ഇമേജിനകത്തുന്ന കളറും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും സിംപ്ലി. അപ്പോൾ നമുക്കൊരു കളർ കൺസിസ്റ്റൻസിയും കൂടെ കിട്ടും. നമ്മൾ ഇമേജിനകത്തുള്ള കളർ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തു എന്നുള്ള ഒരു സംഭവം കൂടെ കിട്ടും. ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ കളർ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് ബോക്സിനും ഇതേ ഒരു സെയിം കളർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മൊത്തം കളറുകളും ഈ പെർട്ടിക്കുലർ കളറിലേക്ക് ചേഞ്ച് ആയിക്കോളും. ഈ ഒരു കളർ ഉപയോഗിച്ചതിൻ്റെ എല്ലാ കളറുകളും മറ്റേ കളറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന കളറിലേക്ക് വന്നോളും. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് ആണ് വേണ്ടത്. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രേഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഗ്രേഡിയൻസ് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രേഡിയൻ്റ് ആണ് വേണ്ടെങ്കിൽ ആ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതവിടെ വന്നോളൂ. ഇനിയിപ്പോൾ ഈ ഗ്രേഡിയൻ്റ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റിൻ്റെ അപ്ലൈ ചെയ്ത ഗ്രേഡിയൻറ്റിൻ്റെ മുകളിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഒരു എഡിറ്റ് സിമ്പിൾ, അഡ്ജസ്റ്റ്മെൻറ്റ് സിമ്പിൾ കാണാൻ പറ്റും. വളരെ ചെറുതാണ്. അതിലങ്ങ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് എഡിറ്റർ വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3 കളറാണ് ഗ്രേഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് കളറാണോ വേണ്ടത് ആ കളറിൽ സെലക്ട് ചെയ്യുക. ഇനി ഇതിനകത്ത് നിന്ന് ഉള്ള കളർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ല ഇമേജിനകത്ത് നിന്നോ നമ്മളുടെ ഡിസൈനിനകത്തു നിന്നുള്ള കളറൊക്കെയാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് ഈ ടെക്സ്റ്റിൻ്റെ കളറാണ് കൊടുത്തത്. ഇനി സെൻറ്ററിൽ വരുന്ന കളറ് ലൈക്ക് ഇവിടെ ഒരു ഐ ഡ്രോപ്പർ ടൂൾ ഉണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്കിന്നിൻ്റെ കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് തേർഡ് കളർ, അതാണ് ഇവിടെ ഏറ്റവും വിസിബിളായിട്ട് കാണുന്ന കളറ്. സോ ഞാനത് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറും സെലക്ട് ചെയ്തു. ഡ്രസ്സിൻ്റെ കളറിൽ കുറച്ച് ലൈറ്റാണ് വേണ്ടത്. സോ ലൈക്ക് ദിസ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് മാനുവലായിട്ട് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് വേണ്ടെന്ന് വെച്ചോളൂ. ഇപ്പോൾ സെൻട്രൽ ഗ്രേഡിയൻ്റ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ സെൻട്രൽ ഗ്രേഡിയൻ്റ് പോവും, നമുക്ക് ബാക്കിയുള്ള കളറായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പം ഇതുപോലെ ചിലപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ വരും താഴെ മുകളിലൊക്കെ ആകുന്ന സമയത്ത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലെയേഴ്സിൽ വന്നിട്ട് ഇത് സെലക്ട് ചെയ്താൽ മതി. കാര്യം മുകളിൽ ഇമേജ് ഇരിക്കുന്നതുകൊണ്ട് ഇമേജ് ഫുൾ സൈസിലാണ് വരുന്നത്. സോ ഇമേജ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി സെലക്ഷനിൽ വരിക. അപ്പോൾ നമ്മുടെ ലെയറിൽ വന്ന് ആ പെർട്ടിക്കുലർ ലെയർ കണ്ടുപിടിച്ച് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് വൈസ് സിമ്പിൾ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിസൈനുകൾ ചെയ്തെടുക്കാം.
ഇനി അടുത്തൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു സബ് ഹെഡിങ് ടെക്സ്റ്റാണ് വേണ്ടത്. സോ സെലക്ട് ഇതിവിടെ കൊണ്ടുവെക്കുന്നു. മലയാളം ഓക്കെ. എന്താണ് വേണ്ടത് അത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറഞ്ചം പുറഞ്ചം ഫോണ്ടുകൾ ഉപയോഗിക്കരുത്. 1 2 മാക്സിമം പോയാൽ 3 ടൈപ്പ് ഫോണ്ടുകൾ ഉപയോഗിക്കുക. ഒരു ഡിസൈനിൽ നമ്മൾ ഇതൊരു വലിയ ടെക്സ്റ്റായിട്ട് ഉപയോഗിച്ചു അതിൻ്റെ സബ് ഫോണ്ടുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫോണ്ടുകൾ, കളറുകൾ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. കളർ ഉപയോഗിക്കുമ്പോഴും കുറച്ച് ബെറ്റർ നോർമൽ കളേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഈ ടെക്സ്റ്റ് നമ്മൾ ഏത് കളർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇഫക്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ജസ്റ്റ് ലിഫ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലൊരു ഷാഡോ വരും. ആ ഷാഡോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമേജിൻ്റെ പുറത്തൊക്കെ ടെക്സ്റ്റ് വെക്കുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഓപ്ഷൻ ഞങ്ങൾക്ക് തരുന്ന തീർച്ചയായിട്ടും ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് തരുന്ന അതേ വേർഷൻ തന്നെ ഞാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നോ വറീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്കൊരു ഡിസൈനും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. സോ ഇപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട, ഈ പേജസ് ഒന്നും ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ ഡിലീറ്റ്, പേജ് മാത്രം ഡിലീറ്റ് ചെയ്യാം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഈ 2 പേജ് നിൽക്കട്ടെ. ക്യാൻവ വേണ്ട, ഇതും ഡിലീറ്റ് ചെയ്യാം. ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ടെക്സ്റ്റ് എടുക്കണം. ഓക്കെ, ടെക്സ്റ്റ് എടുത്ത് ഫോൺ റിപ്പയറിംഗ് സർവീസ്. ഈ ഫോൺ റിപ്പയറിംഗ് സർവീസ് നമുക്ക് ഈ 2ൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒന്ന് കുറയ്ക്കണം. ഞാനിതിനകത്തുള്ള കണ്ടൻറ്റുകൾ മാറ്റുന്നില്ല. നിങ്ങൾക്കിത് സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ടാണ് കേട്ടോ സൂമിൻ്റെ ഓപ്ഷൻ ഉള്ളത്. ഇതേ ആവശ്യത്തിനനുസരിച്ച് സൂം ചെയ്ത് വെക്കാം. ആൻഡ് ഇവിടെ പേജസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പേജസ് ഇങ്ങനെയാണ് കാണുന്നത്, 1 by 1 ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ അല്ലാതെ നമുക്ക് കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രിഡ് വ്യൂ ഉണ്ട്. കുറേ അധികം പേജുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേജസ് ഉണ്ടാവും. സോ അത് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഗ്രിഡ് വ്യൂയിലേക്ക് പോകുന്നത് മതി. അപ്പോൾ അത്രയും പേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ എഗെയിൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഇതിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളും. ആൻഡ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഫുൾ സ്ക്രീനായിട്ട് കാണാം. അപ്പോൾ അനിമേഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത്, അത് പ്ലേ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. എനിവേ നമുക്കിത് ഫോൺ റിപ്പയറിംഗ് സർവീസസ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കണ്ടൻറ്റാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ലോഗോ മാറ്റണം, നമ്മുടെ ലോഗോ ആണ് വെക്കേണ്ടത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് കൊടുത്തിട്ട് ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുക. തൽക്കാലം ഞാനിവിടെ ChatGPT ലോഗോ വെക്കുന്നുണ്ട്. ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ ലോഗോ, വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനില്ല. ഓക്കെ, നമുക്ക് ഈ ഇമേജ് വേണ്ട, നമുക്കൊരു ഫോൺ റിപ്പയർ ചെയ്യുന്ന ഇമേജാണ് വേണ്ടി. ഇതൊക്കെ ക്ലിപ്പാർട്ടിൽ നിന്ന്, ഐ മീൻ എലമെൻസിനകത്തു നിന്ന് എടുത്തിട്ടുള്ള ഇമേജസ് ആണ് കേട്ടോ. ഈ ഫോണും വേണ്ട നമുക്ക്. ആൻഡ് ഇതിൽ എല്ലാത്തിനകത്തും ഇവിടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, കോൾ ഓൺ ആക്ഷനിൽ വെബ്സൈറ്റ് അഡ്രസ്സാണ് ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, അവിടെ വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം. എനിവേ നമുക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. ഫോർ ദാറ്റ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ സെർച്ച് ചെയ്ത സെയിം സംഭവം, മൊബൈൽ ഫോൺ. ഇതിൽ ഫോട്ടോസിനകത്ത് വന്നിട്ട് ഒരാൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ എടുക്കാം നമുക്ക്. ഇതായിക്കോട്ടെ. നമ്മളത് വലുതാക്കി വെക്കുന്നു. ഓക്കെ, നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല. സോ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നമ്മളുടെ ഇമേജുമായിട്ട് നമ്മളുടെ
ഡിസൈനായിട്ട് ആ ഇമേജിൻ്റെ കളറ് മാച്ച് ആവുന്നില്ല. പരമാവധി അങ്ങനെ മാച്ച് ആവുന്ന കളേഴ്സ് എടുത്തിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ മനഃപൂർവ്വം എടുത്തതാണ്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഇതിൻ്റെ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഫോർ ദാറ്റ് എഡിറ്റ് എടുക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരിക. ഇവിടെ മാജിക് സ്റ്റുഡിയോക്കകത്ത് വേറെയും കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ഉണ്ട് കേട്ടോ. കുറേ പ്രീസെറ്റുകൾ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അത് പിന്നീട് നിങ്ങൾ നോക്കുന്നതായിരിക്കും. നമ്മളുടെ മുമ്പത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോ ഉണ്ട്, അതും ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ അതും കൂടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഫിൽറ്റേഴ്സിന് നമുക്ക് ആപ്റ്റായിട്ടുള്ള വല്ലതും കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഈ ബാലി എന്ന് പറഞ്ഞ സാധനം ഇടാം. സി, നമ്മുടെ ഇമേജായിട്ട് നമ്മുടെ ഡിസൈനായിട്ട് മാച്ച് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഞാനിത് എടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ചും കൂടെ യെല്ലോയും ഗ്രീനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു. ഓക്കെ, ഫൈൻ, നമുക്ക് ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി ബാക്കിലോട്ട് പോകണം, നമുക്ക് താഴത്തേക്ക് ഇടണം. അതായത് ഈ ഒരു ഡിസൈന് ഇതിൻ്റെ അടിയിൽ പെട്ട് പോയിട്ടുണ്ട്. ഫോർ ദാറ്റ് ഓപ്ഷൻസിൽ വന്നിട്ട് ലെയറിൽ വന്നിട്ട് ഈ ലെയർ ഈ സാധനത്തിൻ്റെ തൊട്ട് താഴേക്ക് കൊണ്ടിടുക. ഓക്കെ, അഡ്ജസ്റ്റ് ആയി. ഇനി നമുക്ക് ഒരു സാധനം കൂടി അവിടെ ആഡ് ചെയ്യണം, നമ്മളുടെ ഫോൺ നമ്പർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സർവീസസ് എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കളറും കിട്ടും, ഇതിൻ്റെ ഫോണ്ടും നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫോണ്ട് എടുത്ത് നമ്മളതിൻ്റെ ഫോണ്ടും കളറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം എടുത്തു, ഇവിടെ നമ്മൾ ഫോൺ നമ്പർ ആഡ് ചെയ്ത് വെക്കുന്നതിന് പകരം അപ്പോൾ അതിൻ്റെ ഫോണ്ടൊക്കെ മിസ്സിങ് ആയി. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, സർവീസസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഇതെടുത്ത് ഇവിടെ വെക്കുക, നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ വലിയ ടൈപ്പാണ്, ലെറ്ററാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ ബ്രേക്കായിട്ട് താഴെ വന്നു. അപ്പോൾ ഇത് ഇത്രയും വലുപ്പത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു സാധനത്തിൽ പിടിച്ചിട്ട്, അതായത് സൈഡിലുള്ള സംഭവം പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതേ വലുപ്പത്തിൽ കിട്ടും. നമുക്ക് അത്ര വലുപ്പമൊന്നും വേണ്ട, ജസ്റ്റ് വലുപ്പം കുറയ്ക്കാം. അപ്പോഴേ ആ ഒരു പ്രയോറിറ്റി കിട്ടുള്ളൂ. ഫോൺ റിപ്പയറിംഗ് സർവീസാണ് നമ്മളുടെ പ്രയോറിറ്റി. ഇതിൽ എന്താണ് അതിൻ്റെ സാധനങ്ങൾ കൊടുത്തിട്ട് ഇനി കോൾ ഓൺ ആക്ഷനിൽ നമ്മളുടെ ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽ കിട്ടണം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന വാട്സപ്പ് അല്ലെങ്കിൽ ഫോൺ നമ്പറാണ്. സോ അത് തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. എനിവേ, അപ്പോൾ ഇത് കൊടുത്തു. നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെയിം ഏകദേശം ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ നമുക്കിത് ഇതേപോലത്തെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു എലമെൻറ്റ് ആഡ് ചെയ്യാം. ഹലോ, ഓക്കെ. അപ്പോൾ നമുക്കൊരു മൊബൈലിൻ്റെ എന്ത് വേണം, ഐക്കൺ വേണം. മൊബൈൽ, ഇനി മൊബൈൽ എന്ന് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ മൊബൈൽ എടുത്ത് ചെയ്യാനുള്ള കാര്യം. അവിടെ ഫോട്ടോയിലാണ് നിൽക്കുന്നത്, നമുക്ക് ഗ്രാഫിക്സിലേക്ക് വരാം. സി, ഒരുപാട് ടൈപ്പ് മൊബൈലിൻ്റെ സിമ്പിൾ കാണാം, കോളിൻ്റെ സിമ്പിൾ കാണാം. ഇനി എനിക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾറെഡി ഒരു സിമ്പിൾ ഉണ്ട്, അപ്പോൾ അതിന് മാച്ച് ആവുന്ന ഒരു സിമ്പിൾ എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ദിസ് ഇസ് ഓക്കെ, സെലക്ട് ചെയ്ത് കൊടുക്കുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, സൂം ചെയ്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അലൈൻമെൻ്റ് ആകുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മളിതിങ്ങനെ നീക്കുന്ന സമയത്തൊക്കെ കണ്ടോ അലൈൻമെൻറ്റ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഈ ഒരു ടെക്സ്റ്റിന് മുകളിലത്തെ ഒരു ടെക്സ്റ്റിന് അലൈൻമെൻ്റ് ആകുന്നതാണ്. സി, അതിന് അലൈൻമെൻ്റായി. ഇവിടെ താഴെ കാണാം. ഇതിനകത്ത് ഈ ഒരു ടെക്സ്റ്റിന് സെൻട്രൽ അലൈൻമെൻ്റാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്, കറക്റ്റ് സെൻറ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ ഡിസൈനും കറക്റ്റായിട്ട് സെൻറ്റർ വരുന്നുണ്ട്. സി, ഇപ്പോൾ ഇത് രണ്ടിനും സെൻറ്റർ കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റ്. ഇതാണ് ഞാൻ നേരത്തെ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, ഡിസൈൻ പ്രിൻസിപ്പിൾസിനകത്ത് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സി, ഇവിടെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ ഇതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് വരണ കാണാം. കറക്റ്റായിട്ട് അവിടെ അലൈൻമെൻറ്റ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ കളറാണ്. ഇതിനൊക്കെ ഉപയോഗിച്ച കളർ തന്നെയാണ് ഇതിനും കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഇവിടെ കളറുണ്ട്. ദെൻ കളർ എഡിറ്ററിൽ വരിക, നമ്മളുടെ ഐഡ്രോപ്പർ ടൂൾ എടുക്കുക, ജസ്റ്റ് ഇതിനകത്തുനിന്ന് കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. സി, ഇപ്പോൾ ഇതെല്ലാം ഒരേ കളറാവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് ബോർഡറിനകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഇതേപോലെയുള്ളതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോക്സ് വരച്ചു കൊടുത്താൽ മതി. ദാറ്റ് ഈസ് നമ്മുടെ എലമെൻറ്റ്സിനകത്ത് തന്നെ താഴെ ഉണ്ടാവും ഷേപ്സ്. സി, ഇവിടെ ഷേപ്സിനകത്ത് ബോർഡർ ഉണ്ട്.
ഇത് സെലക്ട് ചെയ്തിട്ട് കോർണേഴ്സ് ഒന്ന് കർവ് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, തൽക്കാലം ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഒന്നുകൂടെ ചെറുതാവുകയാണ് ചെയ്യുക. സെലക്ട് ഡിലീറ്റ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ ഒരു സംഭവം നമുക്ക് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഒരു ബുള്ളറ്റ് കൂടെ ആഡ് ചെയ്യണം. സോ ഇത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത് 2 സാധനങ്ങളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 എലമെൻറ്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക. രണ്ടും കൂടെ സെലക്ട് ചെയ്യാൻ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ച് സെലക്ട് ചെയ്യാം. മൊബൈലിലാണെങ്കിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നേരെ പൊസിഷനിൽ പോയിട്ട് നമ്മളുടെ ഇതെടുക്കുക, ലെയേഴ്സ് എടുക്കുക. ലെയറിനകത്ത് നോക്കുക ഇതിലേതാണ് നമ്മൾ ഈ സാധനം എന്നുള്ള കാര്യം സെലക്ട് ചെയ്ത് കണ്ടോ. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് രണ്ടും സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് വെച്ചിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ദെൻ വേണമെങ്കിൽ ഇത് ഗ്രൂപ്പാക്കി വെക്കാം. ജസ്റ്റ് ഗ്രൂപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇത് ഗ്രൂപ്പായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ മറ്റേതും വേണമെങ്കിൽ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പാക്കി വെക്കാം. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോളും. ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. നമുക്കിവിടെ ഇത് ഡ്യൂപ്ലിക്കേറ്റായി, അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റാണ്. ഇനി ഒരു ബട്ടണും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് ക്യാമറ, സ്പീക്കർ റിപ്പയർ, ബട്ടൺ, സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ്. ഇനിയിപ്പോൾ എന്താ, വാട്ടർ സർവീസ് സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഈ സംഭവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. എനിവേ, പണ്ടൊരു മൊബൈൽ ഷോപ്പ് നടത്തിയ ബന്ധം മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തൊക്കെ വേണോ നമുക്ക് നമ്മളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ടെക്സ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിക്കോളാം. അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ് കുറക്കാം. ഇനിയിപ്പോൾ സൈസും കുറക്കാൻ പറ്റില്ല, ഇതൊന്നും കുറക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒരു സിമ്പിൾ ടെക്നിക്കാണ്, ലെറ്ററിൻ്റെ സ്പേസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതതിൻ്റെ അകത്ത് ഫിക്സ് ആയിക്കോളും. അല്ലാണ്ട് കുറയ്ക്കരുത്, റീഡബിൾ ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഫോൺ റിപ്പയർ ഈ സാധനങ്ങളെല്ലാം സെറ്റായി. നമുക്ക് ഈ ലോഗോൻ്റെ ഈ കളറും കൂടെ നമുക്കൊന്ന് മാറ്റിയാൽ നന്നായിരിക്കും. ഒരു ബ്രൈറ്റർ കളറിലേക്ക് നിൽക്കട്ടെ. ഓക്കെ, ഫൈൻ. ഇനി നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിനെ ടോട്ടലി ഒന്ന് അനിമേറ്റ് ചെയ്താലും കൂടെ എങ്ങനെ ഉണ്ടാവും. സോ അനിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, അനിമേറ്റ് കൊടുക്കുക. ഇവിടെ അനിമേറ്റിൽ വന്ന് എലമെൻറ്റ് അനിമേറ്ററും പേജ് അനിമേറ്ററും ഉണ്ട്. പേജ് അനിമേറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ഇതിനകത്തുള്ള കണ്ടൻറ്റുകൾ മൊത്തത്തിൽ അങ്ങ് അനിമേറ്റ് ആയിക്കോളും. നമ്മൾ പിന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് അനിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മൊത്തത്തിലൊരു അനിമേഷൻ വന്നോളും. ഞാൻ ഈ ഒരു അനിമേഷൻ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ സെപ്പറേറ്റ് സെലക്ട് ചെയ്തിപ്പോൾ ഇതിന് ഈ ഒരു സാധനത്തിന് നമുക്ക് സെപ്പറേറ്റ് ഒരു അനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അനിമേഷനിൽ വന്നിട്ട് അതിൻ്റെ അനിമേഷൻ മാത്രം ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനത്തെ ഒരു അനിമേഷനാണ് വേണ്ടത്, അത് മാത്രം ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അനിമേഷൻസ്, ടോട്ടൽ പേജിൻ്റെ അനിമേഷൻ കൊടുത്തിട്ട് സിമ്പിളായിട്ട് ഓരോ എലമെൻറ്റിൻ്റെയും അനിമേഷൻസ് മാറ്റി കൊടുക്കും. ഇനി നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് പോകാം. അതിന് മുമ്പ് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണാം. ജസ്റ്റ് പ്രിവ്യൂ. ഇതിൽ മറ്റ് പേജുകൾ, ഒരു പേജും കൂടെ ഉള്ളതുകൊണ്ട് ആ പേജിനും കൂടെ നമുക്ക് പ്ലേ ആവുക. അതൊക്കെ. ഇനി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണ്. മലയാളം എന്നതിൽ വൈ മാത്രം വലുതാക്കാൻ പറ്റുമോ? മലയാളം എന്നതിൽ വൈ മാത്രം, എനിക്ക് മനസ്സിലായില്ല. എനിവേ, ഷെയർ കൊടുക്കുന്നു. ഷെയറിൽ വന്നു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ വേറെ ആൾക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫയൽ തന്നെ അയച്ചു കൊടുക്കാൻ പറ്റും. ക്യാൻവ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഇവിടെ അത് ആക്സസ് പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അതൊന്നും അല്ല നോക്കുന്നത്. അല്ലെങ്കിൽ ഈ കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് അയക്ക് ഷെയർ ചെയ്യാം. ആക്സസിബിലിറ്റി എങ്ങനെ വേണം എന്നുള്ള ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എനിവേ, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടത്. സോ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ആനിമേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വീഡിയോ ഫയലായിട്ടായിരിക്കും ഇത് ടൈപ്പ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചാൽ സ്റ്റില്ല് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത കേടൊന്നുമില്ല. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് JPG, PNG, PDF, SVG ആൻഡ് GIF, PPT ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. തൽക്കാലം നമുക്ക് PNG സെലക്ട് ചെയ്ത് കൊടുക്കാം.
PNG സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള സൈസ് ഉണ്ട്, അത് 1:, ഒറ്റ അതിൽ നമുക്കതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ അല്ലെങ്കിൽ അത് വലുതാക്കണമെങ്കിലൊക്കെ ഇവിടെ സൈസ് വലുതാക്കാം. അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് നമ്പർ മാറുന്നത് കാണാൻ പറ്റും. നമ്മളുടെ ടോട്ടൽ ക്യാൻവാസിൻ്റെ സൈസാണ് മാറുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യുന്നതിൽ നിങ്ങൾ സൈസ് വലുതാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആ സൈസ് തന്നെ കീപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ലിമിറ്റഡ് ഫയൽ സൈസിൽ ഇപ്പോൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര KB പാടുള്ളൂ എന്നുണ്ടാവും. അങ്ങനത്തെ കേസിൽ ഓക്കെ, അങ്ങനത്തെ കേസിൽ നമുക്ക് ഇത്ര KB മതി എന്നിവിടെ ലിമിറ്റഡ് ഫയൽ സൈസ് കൊടുത്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 MB ഒക്കെ ആയിരിക്കും ചില വെബ്സൈറ്റിലേക്ക് ആവശ്യം ഉണ്ടാവുക, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇനി ക്വാളിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കംപ്രഷൻ കൊടുക്കാം. ഇനി ലോഗോ ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പെറൻസി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ട്രാൻസ്പെറൻസി ടിക്ക് ചെയ്ത് കൊടുക്കാം. PNG ആണ് ആ സമയത്ത് ഉപയോഗിക്കേണ്ടത്. JPG ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി കിട്ടില്ല. ആൻഡ് നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് തന്നെയാണ് പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത് സെറ്റിങ്സ് സേവ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ടൈം അത് കറക്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ ഞാനിതിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ സെലക്ട് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 പേജുകളാണുള്ളത്. രണ്ടും വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പേജ് 1, 2, 3 രണ്ടും എക്സ്പോർട്ട് ആവും. നമുക്ക് ഒരു പേജ് മാത്രം മതി. അല്ലെങ്കിൽ കുറേ പേജസിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചൊരു പേജ് മാത്രം മതിയെങ്കിൽ നമുക്ക് കറണ്ട് പേജ് കൊടുക്കാം. അപ്പോൾ ഒരു 10 പേജൊക്കെ നമ്മൾ ചെയ്തതിൽ ഒരു പേജ് ചെയ്താൽ മതിയെങ്കിൽ കറണ്ട് പേജ് കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പോൾ അത് എക്സ്പോർട്ട് ആയിക്കോളും. ഓക്കെ, നമ്മൾ പേജിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ആ പേരിലാണ് ഇവിടെ സേവ് ആകാൻ ചോദിക്കുക. ആൻഡ് എവിടത്തേക്കാണ്, ഏത് ലൊക്കേഷനിലേക്കാണ് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് കൊടുക്കുക. ഇത് ബ്രൗസറിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. ഈ എക്സ്പോർട്ട് ആകുമ്പോൾ ചിലപ്പോൾ നേരിട്ട് സേവ് ആവുമായിരിക്കും ഉണ്ടാവുക. ആൻഡ് നമ്മുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ കാണാം. ഇനി ഇത് തന്നെ നമുക്ക് വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെലക്ട് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക, ദെൻ MP4 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ MP4 ആണുള്ളത്. MP4 സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. വീഡിയോ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസം നമുക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നാളത്തെ ദിവസം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ നിങ്ങൾ ചോദിക്കാം. ഫോൺ എന്നതിൽ മാത്രം വലുതാക്കാൻ പറ്റുമോ? എന്തും വലുതാക്കാം. ദെൻ സേവ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ മൂവി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ അത് വീഡിയോ ആയിട്ട് സേവ് ആയിക്കോളും. ഓക്കെ, എന്ത് വലുതാക്കണമെങ്കിലും ചെറുതാക്കണമെങ്കിലും അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. സിമ്പിൾ. ഇതെല്ലാം മുകളിലാണ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നേ, അത് കാരണം അത് ഏറ്റവും അടിയിലായിപ്പോയി. അപ്പം ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ടേ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം ടോപ്പിൽ കിടക്കട്ടെ. ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് മാറ്റണോ? സിംഗിൾ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സൈസ് കൂട്ടാൻ സോറി അത് കട്ട് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അല്ലേ, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫോണ്ടോ വെച്ചതിന് ശേഷം ഫോണ്ട് സൈസ് വലുതാക്കുകയോ ചെറുതാക്കുകയോ വട്ടവർ, ഫോണ്ട് മാറ്റുകയോ എന്ത് വേണേലും ചെയ്യാം. ഓക്കെ, അതിനനുസരിച്ച് ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ചെയ്താൽ മതി. അവിടെ ഗ്യാപ്പ് ഇട്ടാൽ മാത്രം മതി. കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഡിയോ അൺമ്യൂട്ട് ചെയ്തും ചോദിക്കാം കേട്ടോ. ഇല്ല, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ വരാം. ഇന്ന് അത്യാവശ്യത്തിലേറെ സമയമായിട്ടുണ്ട്. 1 മണിക്കൂർ പറഞ്ഞു, 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ടോട്ടലി അങ്ങ് പറഞ്ഞ് തീർത്തതാണ്. നാളെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറയാമെന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ജോയിനിങ്. സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്.